വൈവിധ്യങ്ങൾക്കിടയിലും ഏകത്വം പുലർത്തുന്നവർ. ഈ നാനാത്വത്തിൽ ഏകത്വമാണ് ലോകത്തിനു മുമ്പിൽ ഇന്ത്യ മാതൃകയായത്. എന്നാൽ നമുക്കിന്ന് അതിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. തെരുവിൽ മാനം പിച്ചി ചീന്തപ്പെടുന്ന സഹോദരിമാർ, അരവയർ നിറയ്ക്കാൻ വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങൾ, ജാതി വർണ്ണ വർഗ ഭേദങ്ങളുടെ പേരിൽ തമ്മിലടിക്കുന്നവർ, ഇതെല്ലാം കണ്ട് തേങ്ങിക്കരയുന്ന ഭാരതം. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു തേങ്ങുന്ന ഭാരതം. റെക്കോർഡിംഗ് അമ്മാസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, വടകര. പശ്ചാത്തല സംഗീതവും ശബ്ദലേഖനവും സന്ദീപ്. വിവരണം ബാലചന്ദ്രൻ ന്യൂമൻസ്. രചനയും സംവിധാനവും അഖിൽ ബാബു. വിശ്വസംസ്കാര ഭൂമികയാ, വിശ്വസംസ്കാര ഭൂമികയാ, ഭാരതമണ്ണിൻ മടിത്തട്ടിലാ, സംസ്കാര ഭൂമികയാം ഭാരതമണ്ണിൻ മടിത്തട്ടിലായി. ഏവർക്കും രംഗശ്രീ കൽപ്പത്തൂരിന്റെ സ്നേഹാഭിവാദനങ്ങൾ. വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി ജീവിതം വെച്ചു ഇരിക്കും ഇരുസാഗരങ്ങളും പാടി ാണ് ലോകത്തിനു മുമ്പിൽ ഇന്ത്യ മാതൃകയായത്. എന്നാൽ നമുക്കിന്ന് അതിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. തെരുവിൽ മാനം പിച്ചി ചീന്തപ്പെടുന്ന സഹോദരിമാർ, അരവയർ നിറയ്ക്കാൻ വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങൾ, ജാതി വർണ്ണ വർഗ ഭേദങ്ങളുടെ പേരിൽ തമ്മിലടിക്കുന്നവർ, ഇതെല്ലാം കണ്ട് തേങ്ങിക്കരയുന്ന ഭാരതം. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു തേങ്ങുന്ന ഭാരതം. റെക്കോർഡിംഗ് അമ്മാസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, വടകര. പശ്ചാത്തല സംഗീതവും ശബ്ദലേഖനവും സന്ദീപ്. വിവരണം ബാലചന്ദ്രൻ ന്യൂമൻസ്. രചനയും സംവിധാനവും അഖിൽ ബാബു. വിശ്വസംസ്കാര ഭൂമികയാ, വിശ്വസംസ്കാര ഭൂമികയാ, ഭാരതമണ്ണിൻ മടിത്തട്ടിലാ, ഭാരതമണ്ണിൻ മടിത്തട്ടിലാ, നമ്മൾ പിറന്നവർ നമ്മൾ ഭാഗ്യവാന്മാരല്ലോ, ഭാഗ്യവാന്മാരല്ലോ, വന്നു പിറന്നവർ നമ്മൾ, വന്നു പിറന്നവർ നമ്മൾ ഭാഗ്യവാന്മാരല്ലോ, ഭാഗ്യവാന്മാരല്ലോ. വിശ്വസംസ്കാര ഭൂമികയാം ഭാരതമണ്ണിൻ മടിത്തട്ടിലായി വന്നു പിറന്നവർ നമ്മൾ ഭാഗ്യവാന്മാരല്ലോ, വന്നു പിറന്നവർ നമ്മൾ ഭാഗ്യവാന്മാരല്ലോ. ത്രിവർണ്ണ പതാക കയ്യിലുയർത്താൻ ഭാഗ്യം ചെയ്തവരല്ലോ, ത്രിവർണ്ണ പതാക കയ്യിലുയർത്താൻ ഭാഗ്യം ചെയ്തവരല്ലോ. നൽകാനായി കമലങ്ങൾ പീലി തുറന്നു, വെള്ള നിറത്തിൽ തുമ്പപ്പൂക്കൾ നിറഞ്ഞാണല്ലോ, പച്ചപ്പട്ടു വിരിച്ചത് നെൽപ്പാടങ്ങളതാണല്ലോ, അശോകചക്രം പണിയാനായി കാക്കപ്പൂക്കളൊരുങ്ങി. ഇതാണു നമ്മുടെ രാഷ്ട്രപതാക, സ്വാതന്ത്ര്യത്തിൻ ചിഹ്നം. ഇതാണു നമ്മുടെ രാഷ്ട്ര
പതാക സ്വാതന്ത്ര്യത്തിൻ ചിഹ്നം. ഹിമഗിരി നിരകൾ കാവലിരിക്കും ഇരുസാഗരങ്ങളും പാടിയുണർത്തും. ഹിമഗിരി നിരകൾ കാവലിരിക്കും ഇരുസാഗരങ്ങളും പാടിയുണർത്തും. സിന്ധുവും ഗംഗയും കാവേരിയുമെല്ലാം നെഞ്ചിലൂടും നാട്. സിന്ധുവും ഗംഗയും കാവേരിയുമെല്ലാം നെഞ്ചിലൂടും നാട്. പുണ്യവതി എൻ്റെ നാട്, പുണ്യവതി എൻ്റെ നാട്. അതെ, ഹിമഗിരി നിരകൾ കാവലിരിക്കുന്ന ഇരുസാഗരങ്ങളും പാടിയുണർത്തുന്ന സിന്ധുവും ഗംഗയും കാവേരിയും ബ്രഹ്മപുത്ര കാട്ടിൽ അലഞ്ഞു നടന്ന് മൃഗതുല്യ ജീവിതം നയിച്ചവർ നമ്മുടെ പൂർവികർ. അവർ സിന്ധുവിന്റെ തീരത്ത് ഒത്തുചേരുന്നു. നമ്മുടെ പൂർവികർ സിന്ധുവിൻ തീരത്തൊത്തുചേർന്നു. കാട്ടിലലഞ്ഞൊരാ നമ്മുടെ പൂർവികർ സിന്ധുവിൻ തീരത്തൊത്തുചേർന്നു. ഉഴുതുമറിച്ചവർ വിത്തിരുന്നു, പൊന്നുവിളയിച്ചു കൊയ്തെടുത്തു. ഉഴുതുമറിച്ചവർ വിത്തിരുന്നു, പൊന്നുവിളയിച്ചു കൊയ്തെടുത്തു. ആദിമനഗരം പടുത്തുയർത്തിയെന്ന് സൗധങ്ങളനവധി പണിതെടുത്തു. ആദിമനഗരം പടുത്തുയർത്തിയെന്ന് സൗധങ്ങളനവധി പണിതെടുത്തു. നവയുഗ സംസ്കാരം ഉയരെടുത്തു വന്ന് ഭരണവും നഗരവും പിച്ചവെച്ചു. നവയുഗ സംസ്കാരം ഉയരെടുത്തു വന്ന് ഭരണവും നഗരവും പിച്ചവെച്ചു. ഇന്ത്യയുടെ സംസ്കൃതിയുടെ തുടക്കം അതായിരുന്നു. സിന്ധു നദീതട സംസ്കാരം. മോഹൻജാദാരോ, ഹാരപ്പ എന്നീ നഗരങ്ങൾ രൂപപ്പെട്ടു. നാഗരികതയുടെ തുടക്കം. നമ്മുടെ പൈതൃക സ്മൃതികൾ നെഞ്ചിൽ നൂറായിരം ദീപങ്ങളായി. നമ്മുടെ പൈതൃക സ്മൃതികൾ നെഞ്ചിൽ നൂറായിരം ദീപങ്ങളായി. പെണ്ണിലെ മായിക ലോകം തേടി ആര്യഭട്ടൻ തൊട്ടനവധി പേർ. പെണ്ണിലെ മായിക ലോകം തേടി ആര്യഭട്ടൻ തൊട്ടനവധി പേർ. പച്ചിലകളിൽ നിന്നും ജീവന്റെ രക്ഷയ്ക്കായി അമൃതു തിരഞ്ഞവർ എത്രയെത്ര. പച്ചിലകളിൽ നിന്നും ജീവന്റെ രക്ഷയ്ക്കായി അമൃതു തിരഞ്ഞവർ എത്രയെത്ര. സുശ്രുതൻ, വാഗ്ഭടൻ, ചരകൻ ഇവരെല്ലാം വിശ്രുത വിഷകുരരല്ലോ, വിശ്രുത വിഷകുരരല്ലോ. ലോകതത്വ
മഹത്വം. എത്ര മനോഹരം, എത്ര ലളിതം ഇന്ത്യ തൻ ദർശനശാസ്ത്രം. എത്ര മനോഹരം, എത്ര ലളിതം ഇന്ത്യ തൻ ദർശനശാസ്ത്രം. നമ്മുടെ പൈതൃകം അതായിരുന്നു. വിശ്വസംസ്കൃതിയിലേക്കുള്ള പ്രയാണപാഥേയത്തിൽ മാനവരാശിയുടെ ഭാഗധേയം നിർണയിച്ചവർ. താത്വികതാ വിശകലനത്തിൽ മാലോകർക്കിടയിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയവർ. അഭിമാനിക്കാം നമുക്ക് നമ്മുടെ പൈതൃകത്തെ ഓർത്ത്. രാജ്യത്തിനതിരുകൾ വിസ്തൃതമാക്കുവാൻ തമ്മിൽ പരസ്പരം വെട്ടിയും കുത്തിയും. രാജ്യത്തിനതിരുകൾ വിസ്തൃതമാക്കുവാൻ തമ്മിൽ പരസ്പരം വെട്ടിയും കുത്തിയും. ഒന്നും കൊല വിളിച്ചെത്ര യോദ്ധാക്കൾ, ഒന്നും കൊല വിളിച്ചെത്ര യോദ്ധാക്കൾ. ചിതറിക്കിടക്കും കബന്ധങ്ങൾ ഒത്തിരി, എങ്ങും മുഴങ്ങുന്നു വാളിന്റെ മാറ്റൊലി, എങ്ങും മുഴങ്ങുന്നു വാളിന്റെ മാറ്റൊലി. എങ്ങും നിലവിളിച്ചാർത്തു നടക്കുന്നു അമ്മയും പെങ്ങളും ഭാര്യയും മക്കളും. ഇവിടെ ഉണരുന്നിതാരാവർത്തം. ഇങ്ങനെ ചിതറിക്കിടന്നിരുന്ന ഒത്തിരി നാട്ടുരാജ്യങ്ങൾ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുവാൻ പരസ്പരം വെട്ടിയും കുത്തിയും യുദ്ധം നടത്തി നടന്നവർ. ഇതായിരുന്നു ഇന്ത്യയുടെ ആദ്യകാല ചിത്രം. യമുന തൻ തീരത്ത് ഇന്നു നാം കാണുന്ന ഒരു മനുഷ്യം മഹാസൗധം. യമുന തൻ തീരത്ത് ഇന്നു നാം കാണുന്ന ഒരു മനുഷ്യം മഹാസൗധം. ആരും കൊതിക്കുന്ന പ്രണയാർദ്രമാമൊര കഥയുടെ ബാക്കി പത്രം. ആരും കൊതിക്കുന്ന പ്രണയാർദ്രമാമൊര കഥയുടെ ബാക്കി പത്രം. താജ്മഹൽ, ഷാജഹാൻ, മുംതാസിനോർമ്മയ്ക്കു തീർത്ത സൗധം. താജ്മഹൽ, ഷാജഹാൻ, മുംതാസിനോർമ്മയ്ക്കു തീർത്ത സൗധം. ഇന്നും അനശ്വര സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി അങ്ങ് ആഗ്രയിൽ യമുനയുടെ തീരത്ത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു താജ്മഹൽ. ഇങ്ങനെ എത്രയെത്ര ചരിത്ര സ്മാരകങ്ങൾ, മുഗൾ ഭരണത്തിന്റെ അവശേഷിപ്പുകൾ. 1498 ഇന്ത്യയുടെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ദിവസം. പോർച്ചുഗലിൽ നിന്ന് പുറപ്പെട്ട വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങുന്നു. അക്കാലത്തെ കോഴിക്കോടിന്റെ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുമായി വ്യാവസായിക ഉടമ്പടി ഉണ്ടാക്കുന്നു. കടലു കടന്നിവിടെ കച്ചവടത്തിനു വന്നവരോടായി. കടലു കടന്നിവിടെ കച്ചവടത്തിനു വന്നവരോടായി. നമ്മൾ പറഞ്ഞു ഒരേ സ്വരത്തിൽ
നമ്മുടെ ഇഞ്ചു ഏലവും കുരുമുളകല്ലോ കടത്തിക്കൊണ്ട് പോവുകയാണല്ലോ. അവരത് കൊണ്ടുപോയിക്കോട്ടെ വേണ്ട. നമ്മുടെ ഞാറ്റുവേലിയും വളക്കൂറുള്ള ഈ മണ്ണും ആരും കൊണ്ടുപോകൂലാലോ. ഉവ്വോ. പിന്നെ കഥ മാറി. കച്ചവടത്തിന് വന്നവർ അധികാരം കയ്യേറി ഇവിടെ നമ്മെ അടിമകളാക്കി. കച്ചവടത്തിനു വന്നവരിവിടെ അധികാരം കയ്യേറുന്നു. കച്ചവടത്തിനു വന്നവരിവിടെ അധികാരം കയ്യേറുന്നു. ഇവിടെ നമ്മുടെ മണ്ണിൽ നമ്മെ കഴുതക്കോലം കെട്ടിച്ചു. ഇവിടെ നമ്മുടെ മണ്ണിൽ നമ്മെ കഴുതക്കോലം കെട്ടിച്ചു. പേരും നെറിയും കെട്ടവർ നമ്മെ അടിമച്ചങ്ങലയണിയിച്ചു. പേരും നെറിയും കെട്ടവർ നമ്മെ അടിമച്ചങ്ങലയണിയിച്ചു. നമ്മുടെ മേലെ അവരിവിടെ അധികാരത്തെ സ്ഥാപിച്ചു. നമ്മുടെ മേലെ അവരിവിടെ അധികാരത്തെ സ്ഥാപിച്ചു. വയ്യേ വയ്യേ വയ്യാ, വയ്യേ വയ്യേ വയ്യാ. ഭാരതാംബേ നിന്റെ മണ്ണിൽ ഈ നരകം ഇനി വയ്യാ. നീറിയിടുന്ന നെഞ്ചം സ്വാതന്ത്ര്യത്തിൻ മോക്ഷം. നീറിയിടുന്ന നെഞ്ചം സ്വാതന്ത്ര്യത്തിൻ മോക്ഷം. വേണം വേഗം വേണം സ്വാതന്ത്ര്യത്തിൻ മോക്ഷം. വേണം വേഗം വേണം സ്വാതന്ത്ര്യത്തിൻ മോക്ഷം. അലകടലിളകി സ്വാതന്ത്ര്യത്തിൻ കഥന കഥകൾ അതു പാടി. അലകടലിളകി സ്വാതന്ത്ര്യത്തിൻ കഥന കഥകൾ അതു പാടി. ആ കഥ കേട്ടു നടുങ്ങി മാനവ ഹൃദയം പുളകം കൊണ്ടു. ആ കഥ കേട്ടു നടുങ്ങി മാനവ ഹൃദയം പുളകം കൊണ്ടു. സ്വാതന്ത്ര്യത്തിൻ മോക്ഷം തേടി ചങ്കിലെ രക്തം നൽകി. സ്വാതന്ത്ര്യത്തിൻ മോക്ഷം തേടി ചങ്കിലെ രക്തം നൽകി. ഭാരത മണ്ണിൽ സ്വാതന്ത്ര്യത്തിൻ കരങ്ങളേറെ ഉയർന്നു. ഭാരത മണ്ണിൽ സ്വാതന്ത്ര്യത്തിൻ കരങ്ങളേറെ ഉയർന്നു. കുഞ്ഞിനെ നെഞ്ചിൽ കെട്ടിയിട്ടെത്തി സമരപഥത്തിൽ ഝാൻസി റാണി. കുഞ്ഞിനെ നെഞ്ചിൽ കെട്ടിയിട്ടെത്തി സമരപഥത്തിൽ ഝാൻസി റാണി. ബ്രിട്ടനു നേരെ ഒളിപ്പോരിന്റെ തന്ത്രം കാട്ടി പഴശ്ശി. ബ്രിട്ടനു നേരെ ഒളിപ്പോരിന്റെ തന്ത്രം കാട്ടി പഴശ്ശി. ജന്മനാടിനെ മോചിപ്പിക്കാൻ കുഞ്ഞാലിയുമിങ്ങെത്തി. ജന്മനാടിനെ മോചിപ്പിക്കാൻ കുഞ്ഞാലിയുമിങ്ങെത്തി. വീണ്ടും വീണ്ടും അനവധി അനവധി സമരഭടന്മാരെത്തി. വീണ്ടും വീണ്ടും അനവധി അനവധി സമരഭടന്മാരെത്തി. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन
सीताराम। ईश्वर अल्लाह तेरे नाम, सबको सम्मति दे भगवान। ईश्वर अल्लाह तेरे नाम, सबको सम्मति दे भगवान। रघुपति राघव राजा राम, पतित पावन सीताराम। അഹിംസയെന്നൊരു പുതിയൊരായുധം ഏന്തിട്ടെത്തി ഗാന്ധി. അഹിംസയെന്നൊരു പുതിയൊരായുധം ഏന്തിട്ടെത്തി ഗാന്ധി. ലോക നന്മയ്ക്കു സ്നേഹമായുധം എന്നതു കാട്ടി ഗാന്ധി. ലോക നന്മയ്ക്കു സ്നേഹമായുധം എന്നതു കാട്ടി ഗാന്ധി. വീണ്ടും വീണ്ടും സമരപഥത്തിൽ അനവധി പേരിങ്ങെത്തി. വീണ്ടും വീണ്ടും സമരപഥത്തിൽ അനവധി പേരിങ്ങെത്തി. നെഹ്റു, ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ് അനവധി പേരിങ്ങെത്തി. നെഹ്റു, ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ് അനവധി പേരിങ്ങെത്തി. ഭഗത് സിംഗ്, ബാലഗംഗാധര തിലകൻ, രാജ്ഗുരു, ലാലാ ലജ്പത് റായ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സുഭാഷ് ചന്ദ്രബോസ്, കെ കേളപ്പൻ, ഇങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എത്രയെത്ര പേർ. വെള്ളക്കാരുടെ തോക്കിനു മുന്നിൽ പുഞ്ചിരി തൂകി നിന്നവരെ, നിങ്ങൾ നൽകിയ ചോരയിൽ നിന്നും നുണഞ്ഞു ഞങ്ങൾ സ്വാതന്ത്ര്യം. നിങ്ങൾ നൽകിയ ചോരയിൽ നിന്നും നുണഞ്ഞു ഞങ്ങൾ സ്വാതന്ത്ര്യം. നുണഞ്ഞു ഞങ്ങൾ സ്വാതന്ത്ര്യം. വരുമൊരു തലമുറ സ്വാതന്ത്ര്യത്തിൽ പുലരാൻ കഴുമരമേറിയവർ. നിങ്ങൾ നൽകിയ ജീവത്യാഗം ഞങ്ങൾക്കേകി സ്വാതന്ത്ര്യം. നിങ്ങൾ നൽകിയ ജീവത്യാഗം ഞങ്ങൾക്കേകി സ്വാതന്ത്ര്യം. അങ്ങനെ ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും ഒടുവിൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി കടൽ കടന്നെത്തിയ പരദേശിപ്പട ഭാരതത്തിന്റെ പടിയിറങ്ങി. നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലുകൾക്കൊടുവിൽ ഭാരതം സ്വതന്ത്രയായി. ഇതിനിടയിലും ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് സമ്മാനിച്ചാണ് അവർ പടിയിറങ്ങിയത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, ഒരമ്മ പെറ്റ മക്കളായി കഴിഞ്ഞ നമ്മൾ രണ്ട് ചേരികളായി. അത് ആർക്കു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? കാലം ഒരുപാട് കടന്നുപോയി. എന്താണ് ഇന്നത്തെ വർത്തമാന ഇന്ത്യ?
15 ഇന്നു നാം നുകരുന്ന മധുരത്തിൻ പേരാണോ സ്വാതന്ത്ര്യം? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളെരിയുന്നു, ഉത്തരം വേഗം തിരഞ്ഞു പിടിക്കണ. പഴമയുടെ പൂത്താലമേന്തി പുതിയ നാടുണര്, പാപചിന്തകൾ തീണ്ടിടാത്തൊരു നല്ല നാടുണര്. പഴമയുടെ പൂത്താലമേന്തി പുതിയ നാടുണര്, പാപചിന്തകൾ തീണ്ടിടാത്തൊരു നല്ല നാടുണര്. ഉമ്മ പൂക്കും മനസ്സുണർന്ന നാടു നന്നാവും, പഴമയുടെ തുടി കൊട്ടി നാടുണർത്തിടാം. പഴമയുടെ തുടി കൊട്ടി നാടുണർത്തിടാം. പഴമയുടെ തുടി കൊട്ടി നാടുണർത്തിടാം. തേങ്ങുന്ന ഭാരതം ഇവിടെ പൂർണ്ണമാകുന്നു. റെക്കോർഡിംഗ് അമ്മാസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, വടകര.